ഹലോ ഗായ്സ്, ഇന്ന് എവിടേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി പോണേ വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്രാമ്പലത്തിൽ ആനൂട്ടാണ് കേട്ടോ. അപ്പോൾ വടക്കാലെ ഇതിനെ കാണാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൃപ്രാമ്പലത്തിൽ എന്തായാലും കാണണമെന്ന്. അപ്പോൾ അതേ അമ്പലം എത്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ ആണെന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ദേവി കഴിഞ്ഞോ എന്ന് ചോദിച്ചു. പിന്നെ അവിടെ ബസ് ഇറങ്ങിയപ്പോഴാണ് ആനകളൊക്കെ ഇറക്കുന്നുണ്ടായുള്ളൂ. അപ്പോൾ ഒരു സമാധാനം. പിന്നെ ചെന്നപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുറച്ച് നിർത്തിയിരുന്നു. പക്ഷേ എല്ലാ ആനകളും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ പെണ്ണാനകൾ എടുത്താട്ട് നിന്നത്. എനിക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വടി ഇങ്ങനെ വെച്ചതിനെ കാരണം നമ്മളവിടെ നിന്നു. പിന്നെ ഈ ആനനെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അതായത് തമിഴ്നാട്ടിലെ ആനയൊക്കെ ഒരു ടച്ച് ഇങ്ങനെ കുറിയും ഗോപിയൊക്കെ വരച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അലങ്കരിച്ചതിനെ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ കാണിച്ചത് അതിന് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. എന്താണെന്ന് അറിയില്ല, ഞാൻ വെച്ച് പട്ടെടുത്ത് എറിയാന്ന് വെച്ച് പേടിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര ധൈര്യം കാണിച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഈ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ നിൽക്കണം. അല്ലാണ്ട് എനിക്ക് ഇത്ര ധൈര്യമൊന്നും ഇല്ല നിൽക്കാനായിട്ട്. ഇപ്പോൾ ഇവർ പേര് ഫസ്റ്റ് നിൽക്കണ ആന ശ്രീപാർവതി, ഇപ്പുറത്ത് കുഞ്ഞിലക്ഷ്മി, ഇപ്പുറത്ത് സാവിത്രി, പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് നിറയെ കൊമ്പന്മാരാട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ. അടുത്ത് നിൽക്കണ പേര് വായിച്ചാണ്. പിന്നെ കുറ്റങ്ങൾക്ക് ഒട്ടി ക്ഷമയില്ല കേട്ടോ. പാവം തോന്നി. കാരണം നമ്മുടെ അടുത്ത് ഫുഡ് കൊണ്ടു വെച്ചാൽ നമ്മളിങ്ങനെ അതുപോലെ തന്നെ കുറ്റങ്ങളും ലാസ്റ്റ് ആനേരെ വായ പുത്തിയിട്ട് വരിക ആ പാപ്പ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫുഡ് കൊണ്ടു വെച്ചിട്ട് എടുക്കരുതെന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾക്ക് പറ്റുമോ? അത് എത്ര നേരം പറയാം നിൽക്കണത് ചോദിച്ചാൽ അവർ സമ്മതിക്കണം കേട്ടോ. ആ ക്ഷമ എന്തോരം ക്ഷമിച്ചിട്ടാന്ന് പറയും. അങ്ങനെ ഈ ആന ലാസ്റ്റ് വന്നതിന് ശേഷമാണ് ആനൂട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു തുടങ്ങി. ഞാനും കൊടുത്ത്, അനിയനും കൊടുത്തു, അനിയത്തിമാരൊക്കെ കൊടുത്തു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ക്രൗഡായിരുന്നു. നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈമ ചോറുണ്ട്, ആനയ്ക്കൂടെ ചോറുണ്ട് എന്നാണ് പറയണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. ദാറ്റ് ബൈ, സീ യു.